നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. ഗസ്റ്റ് ടൈമിൽ നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് കാരിത്താസ് ഹോസ്പിറ്റലിന്റെ സിഇഒയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ ബിനു കുന്നത്താണ്. നമസ്കാരം ഫാദർ. നമസ്കാരം. ഈ കാരിത്താസ് ഹോസ്പിറ്റൽ ഇവിടെ ഇങ്ങനെ വളർന്നു നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആളുകൾക്ക് ഞാൻ രക്ഷപ്പെട്ടു അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ട്. അതുപോലത്തെ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ആളുകളുടെ ഒരു വിശ്വാസം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്? ആൾക്കാരുടെ വിശ്വാസം വളർത്തിയെടുത്തതല്ല, അത് വളർന്നു വന്നതാണ്. കാരണം 65 വർഷമായി കാരിത്താസ് ആശുപത്രി ഇവിടെ ആയിട്ടുള്ളത്. ഇത് കോട്ടയം കരാനായ കത്തോലിക്ക അതിരൂപതയുടെ കാരുണ്യത്തിൻ്റെ ഒരു മുഖമാണ്. 1962 50 ബെഡോടുകൂടി ആരംഭിച്ച ഈ ആശുപത്രി ഇന്ന് 65 വർഷക്കാലമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും എത്രയോ രോഗികൾ വന്നിട്ടുണ്ട്, എത്ര ഡോക്ടേഴ്സ് ഇവിടെ സേവനം ചെയ്യുന്നുണ്ട്, എത്ര നേഴ്സുമാർ ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിലുള്ള വിശ്വാസമാണ് 65 വർഷത്തെ ഒരു പാരമ്പര്യം, അല്ലേ? നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യമല്ല, പാരമ്പര്യത്തെ പറ്റി പറയുമ്പോഴെല്ലാം ആ വിശ്വാസമാണ്. ആ വിശ്വാസം തന്നെയാണ് ഇപ്പോഴും ജനങ്ങൾ ഇങ്ങോട്ട് വരുവാനും നല്ല ചികിത്സ ലഭിക്കുവാനുമായിട്ടുള്ള കാരണം. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് 1962 പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ നമ്മളെ കുറിച്ച് പങ്കുവെക്കാം, എന്തെങ്കിലും കഥകളോ എന്തെങ്കിലും അറിയാവോ? അറിയാം, കുറച്ച് അറിയാം. ഞാൻ വന്നിട്ടിപ്പോ 9 വർഷമായി ഇവിടെ വന്നിട്ട്. അന്ന് ജോയിന്റ് ഡയറക്ടർ ആയിരുന്നു. 2019 കോവിഡിന് ജസ്റ്റ് മുൻപ് വലതുകാല് വെച്ച് ഡയറക്ടർ ആയിട്ട് ഉടനെ തന്നെ ഇവിടെ കോവിഡും വന്നു. 1962 ഈ ആശുപത്രി ഇവിടെ ആരംഭിച്ചു. നമുക്കറിയാം, അഭിമന്യ തറയിൽ പിതാവാണ്, തോമസ് തറയിൽ പിതാവാണ് ഇത് ആരംഭം കുറിച്ചത്. അന്ന് കയ്യിലൊന്നും 5 പൈസയില്ല. ചരിത്രം പറയുന്നത് എങ്ങനെയാണ്, ഈ ഒരു ഹോസ്പിറ്റൽ പണിയുവാനായിട്ട് ഒരു കല്ല് സ്ഥാപിച്ചു. 9 വർഷം എടുത്തു ഒരു ചെറിയൊരു ക്ലിനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ട്. 50 ബെഡോട് കൂടി ആരംഭിച്ച ഒരു ചെറിയ സ്ഥാപനമാണ്. അന്ന് ഏറ്റവും കൂടുതൽ പാമ്പ് കടി ഏൽക്കുന്നവർക്ക് വലിയ വിഷയം ഉണ്ടായിരുന്നു, ഗർഭിണികൾക്ക് വിഷയമുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ജർമ്മനിയിൽ നിന്ന് ഒരു ഡോക്ടറിനെ ഇങ്ങോട്ട് വരുത്തി. ജർമ്മൻ ഡോക്ടറാണ് ആദ്യമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ ഡോക്ടറായിട്ട് ഇവിടെ വന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് പീറ്റർ റോഡെ. അത് മാത്രമല്ല, ഇന്ത്യയിലെ 3ാമത്തെ ഡയാലിസിസ് സെൻ്റർ ആയിരുന്നു കാരിത്താസ് ആശുപത്രി. പക്ഷെ ഇവിടെയൊക്കെ അറിയത്തില്ലായിരിക്കും, കാരണം ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന ഡയാലിസിസ് മെഷീൻ ഇവിടെ ഉണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പ് കടി ഏറ്റത് എന്ത് ചെയ്യും, അപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന വേറൊന്നും അല്ലായിരുന്നു, ഡയാലിസിസ് ചെയ്യുമായിരുന്നു. ഇന്ന് കോട്ടയം രൂപതയുടെ ഈ ആശുപത്രി അഭിവന്യ മാത്യു മൂലക്കാട്ട് പിതാവാണ് ഇതിൻ്റെ രക്ഷാധികാരി. ജോസഫ് പണ്ടാരശ്ശേരി പിതാവാണ് ഇതിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്രയം പിതാവാണ് ഇതിൻ്റെ ട്രസ്റ്റ് മെമ്പറായിട്ട് വർത്തിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ടാണ് ഇന്ന് ഈ ആശുപത്രി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ കീഴിൽ 5 ഹോസ്പിറ്റലുകളുണ്ട്. 5 ഹോസ്പിറ്റലുണ്ട്. ഇപ്പൊ ഈ കാരിത്താസിൽ ഇവിടെ ഏതൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ്? എല്ലാ രോഗത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിയാം, എന്നാലും ഏതൊക്കെയാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഈ കാരിത്താസ് മെയിൻ ക്യാമ്പസിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാവിധ ചികിത്സയും ഡിപ്പാർട്ട്മെന്റുകളും ഇവിടെ ഉണ്ട്, എക്സെപ്റ്റ് ഒരെണ്ണം. നമുക്കറിയാം, ബേൺ ICU ഇല്ല. വൺ ഓഫ് ദ മേജർ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ഓങ്കോളജി ഫേമസ് ആണ്. കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിലെ സമഗ്ര ക്യാൻസർ സെൻ്ററാണ് കാരിത്താസ് ആശുപത്രി. 25 വർഷം പൂർത്തിയായിരിക്കുകയാണ്. അതിനുശേഷം കാരിത്താസിലെ കാർഡിയോളജി 47 വർഷം പൂർത്തിയായ സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റ്, ഏറ്റവും പഴക്കം ചെന്നതാണെന്ന് ഇവിടുത്തെ ഗൈനിക് ഡിപ്പാർട്ട്മെൻറ്റ്, CT MRI. CT എന്ന് പറയുമ്പോഴത്തേനും സാധാ CT അല്ല, AI ഡ്രിവൺ CT ആണുള്ളത്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും ആദ്യത്തെ റേഡിയേഷൻ മിഷൻ, അതും AI ഡ്രിവൺ ആയിട്ടുള്ള കാരിത്താസ് ആശുപത്രിയിലുണ്ട്. അതുപോലെ റീസെൻ്റ്ലി MRI AI ഡ്രിവൺ ആയിട്ടുള്ള MRIയുടെ ഇവിടെ ഓൾറെഡി ഉണ്ട്. അതുപോലെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ലേസർ ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയത് കാരിത്താസ് ഹോസ്പിറ്റലിലാണ്. അങ്ങനെ എല്ലാവിധ ഡിപ്പാർട്ട്മെന്റും കാരിത്താസ് ആശുപത്രി പോകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ഇത് ഗുണമേന്മയുള്ള ചികിത്സ, അതുപോലെ തന്നെയാണ് ചികിത്സാ ചെലവ് ഭയങ്കര കുറവാണ്. അതൊരു ഓങ്കോളജിസ്റ്റിനെ കാണണമെങ്കിൽ ഇവിടെ 180 രൂപയാണ് ഫീസ് ഉള്ളതെന്ന് പറഞ്ഞു. അന്വേഷിച്ചായിരുന്നു അല്ലേ? അതെ.
സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓങ്കോളജിസ്റ്റിനെ മിനിമം ഒരു 500 അതിലും മേളിലാവാനാണ് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇത്രയും കുറവിൽ പൈസക്ക് ഇത്രയും നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 25 വർഷക്കാലമായിട്ട് കാരിത്താസ് ആശുപത്രി ജോലി ചെയ്യുന്ന ഒരു ജനറൽ ഫിസിഷ്യൻ, അദ്ദേഹത്തെ കാണുവാനായിട്ട് ഇപ്പോൾ 100 രൂപ കൊടുത്താൽ മതി. 15 ദിവസത്തേക്ക് ഫ്രീ ആണ്, 3 വിസിറ്റ് ഫ്രീ ആണ്. അപ്പം പറഞ്ഞു എങ്ങനെ സാധിക്കുന്നു? ഈ ഒരു വർഷം മുമ്പ് ബോംബെയിൽ നിന്ന് യൂറോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ഡോക്ടർ വന്നു. നമുക്ക് സാധാരണഗതിയിൽ ഒരു പുതിയ ഡോക്ടർ വരുമ്പോഴത്തേനും OP വെഞ്ചരിക്കാറുണ്ട്. വെഞ്ചരിച്ചതിന് കഴിഞ്ഞ ശേഷം ആ ഡോക്ടറിനോട് ചോദിച്ചു, ഫാദർ എൻ്റെ OP ടിക്കറ്റ് എത്ര രൂപയാണ്? അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ OP കാണാനായിട്ട് 150 രൂപയാണ്. അദ്ദേഹം ഉടനെ തലകി വെച്ചു, 150 രൂപ കൊണ്ടുവന്നു എന്നെ കാണാനായിട്ട്. അദ്ദേഹം ബോംബെയിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ വർഷങ്ങൾ ജോലി ചെയ്ത വ്യക്തിയാണ്. അന്ന് അദ്ദേഹത്തെ കാണുവാനായിട്ട് 5500 രൂപയാണ്. ടു ബി ഓണസ്റ്റ്, ബിലീവ് മീ, 5500 രൂപയാണ് അദ്ദേഹത്തെ കാണുവാനായിട്ട്. അതാണ് ഇവിടെ 150 രൂപ അദ്ദേഹത്തെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? സാധാരണപ്പെട്ട മനുഷ്യർ ഒത്തിരി പേര് ഇവിടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം ഡോക്ടർമാരെ കാണുക എന്നത്. അപ്പോൾ പക്ഷേ വേറെ ചോദ്യം ഉണ്ടാവാം, പക്ഷേ ഇത് മുന്നോട്ട് പോകണ്ടേ? ഇത്രയും സ്റ്റാഫ് ഇവിടെയുണ്ട്, അവർക്ക് ജോലി ശമ്പളം കൊടുക്കണ്ടേ? പക്ഷേ നമുക്കറിയാം, ഇന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ OP വരുന്നത് കാരിത്താസ് ആശുപത്രിയിലാണ്. എന്തുകൊണ്ട്? അപ്പോൾ നമ്പർ ഓഫ് ദി OP പേഷ്യൻസ്, അങ്ങനെയാണ് നമ്മൾ ഈക്വലൈസ് ആയിട്ട് പോകുന്നത്. സാധാരണ ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ കാരിത്താസ് ഹോസ്പിറ്റലിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കൂടി മുൻതൂക്കം കൊടുത്താണ് മുന്നോട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നത്? ഒരു ബിസിനസ് ആണല്ലോ. ഒരു വാക്ക് പറഞ്ഞു, ബിസിനസ് എന്ന് വാക്ക് പറഞ്ഞു അല്ലേ? പലപ്പോഴും ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഹെൽത്ത് ഇൻഡസ്ട്രി ആയി മാറി. പക്ഷെ ഞാൻ തലതിരിച്ചാണ് പറയുന്നത്, ഇത് സർവീസ് സെക്ടറാണ്. ഒരു സ്ഥാപനവും പ്രത്യേകിച്ച് ആരോഗ്യ മേഖല ഒരിക്കലും ഇൻഡസ്ട്രി ആകാൻ പാടില്ല. ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ജസ്റ്റ് കാണുന്നത് സാധാരണപ്പെട്ട മനുഷ്യരാണ്. ഇവിടെ വരുമ്പോഴത്തേനും സ്വാഭാവികമായിട്ട് ഇവിടെ എല്ലാവരും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പേഷ്യൻ്റ് സെൻറ്റേഡ് ആണ്. അതുകൊണ്ട് ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഞങ്ങളുടെ ഒരു ഹാഷ്ടാഗ് ഉണ്ട്, ടുഗെദർ വി ഹീൽ. ഡോക്ടർ, നേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, ഞാനുൾപ്പെടെ പേഷ്യൻറ്റും ബൈസ്റ്റാൻഡറും ഒക്കെ ഉൾപ്പെടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് നമ്മൾ ആ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യുന്നത്, അവൻ്റെ കെയറിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അതനുസരിച്ച് ഒരിക്കലും ബിസിനസ് ആവുന്നില്ല. അപ്പോൾ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ചിന്തിക്കാം, ഇവിടെ ഫൈനൽ ബില്ല് വരുമ്പോഴത്തേനും സാധാരണപ്പെട്ട ഒത്തിരി ഫോമുകൾ വരാറുണ്ട്, ലെറ്റർ വരാറുണ്ട്, അവരെ ചാരിറ്റി ചെയ്യണമെന്ന്. ഒരുപക്ഷെ ഇത് ഓഡിറ്റ് റിപ്പോർട്ടാണ്. എല്ലാ ഫിനാൻഷ്യൽ ഇയറും നമ്മൾ ചെയ്യാറുണ്ട്. ഗവൺമെൻറ് ആസ് പെർ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് ലാസ്റ്റ് ഇയറിൽ 24-25 ഫിനാൻഷ്യൽ ഇയറിൽ 36 കോടി രൂപയാണ് കാരിത്താസ് ആശുപത്രി ചാരിറ്റി ആയിട്ട് കൊടുത്തേക്കണം പേഷ്യൻറ്റ്. ഓരോ പേഷ്യൻറ്റിനും അവർക്ക് പൈസ കൊടുക്കാൻ നിവൃത്തിയില്ലേ, സാധാരണഗതിയിൽ ഒരു ലെറ്ററുമായിട്ട് ഞങ്ങൾ പറയുന്നത് കഴിഞ്ഞാണ്, ഒരു കാത്തലിക് ആണെങ്കിൽ വികാരിയച്ഛൻ്റെ എഴുത്തോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറിന്റെ എഴുത്തോ അല്ല ആരെങ്കിലും ആയിക്കോട്ടെ, പഞ്ചായത്ത് മെമ്പറിന്റെ എഴുത്തോ ഇൻകം ഇല്ല അവർ സഹായിക്കണമെന്ന് പറയുന്നത് ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും അവരുടെ ബില്ലിൽ നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കാറുണ്ട്. അത് പേഷ്യന്റിന് സൈഡ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഡോക്ടർമാർ സഹായിക്കുന്നുണ്ട്. അവിടെ ചില ഡോക്ടർമാർ, പ്രത്യേകിച്ച് കുറച്ച് ഡോക്ടർമാരുണ്ട്, അവരുടെ സാലറിയിൽ നിന്ന് എല്ലാ മാസവും സാലറി കിട്ടുമ്പോഴത്തേനും നിശ്ചിത 10% ഇവിടെ പാസ്റ്റർ കെയർ വർക്ക് ചെയ്യുന്നുണ്ട്, അച്ഛന്മാരെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്, അവരെ ഏൽപ്പിക്കും. അപ്പം ആ പൈസ കൊണ്ട് പാവപ്പെട്ട പേഷ്യൻസ് സഹായിക്കുന്നു, വഴി പോകും. രണ്ടാമത്തെ പോയിന്റ് നമുക്കറിയാം, ഇവിടെ ഫെഡറൽ ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് സഞ്ജീവനി എന്ന പ്രോഗ്രാം നോക്കുന്നുണ്ട്. ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസിന് ഓരോ IP ക്യാൻസർ പേഷ്യൻറ്റിനും അവരുടെ ബില്ലിൽ 20,000 രൂപ നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട്. 4000-ൽ പരം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഹാപ്പി ആയെങ്കിൽ മാത്രമേ ഈ ഒരു ആശുപത്രി വരുന്ന പേഷ്യൻ്റ് ഹാപ്പി ആവുകയുള്ളൂ. അപ്പം അവരുടെ കാര്യങ്ങളിലും കാരിത്താസ് ആശുപത്രി എപ്പോഴും മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അവരുടെ ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാം നമ്മൾ സേഫ് ആക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം, കാരിത്താസ് ആശുപത്രി കഴിഞ്ഞ് 3 വർഷമായിട്ട് ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് എന്ന
അക്രഡിറ്റേഷനുള്ള കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അറിയാം, അതെ. ഒരു ജീവനക്കാർ വളരെ ഹാപ്പി ആയിട്ട് ഒരു സേവനം ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് സെക്ടർ ആയതുകൊണ്ട് തന്നെയാണ്. അതെ, അവരുടെ കമന്റ്സ് എടുത്തിട്ടാണല്ലോ നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ തരുന്നത്. അതുപോലെ തന്നെ റീസെന്റ് കാര്യം വെച്ചു, ഞങ്ങൾ ചിന്തിച്ചു ഇവിടുത്തെ സ്റ്റാഫ് ഇവിടെയുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു സ്വന്തമായിട്ട് വീടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. ഞങ്ങളൊരു സർവേ നടത്തി, കുറച്ച് പേരുണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. അവരിൽ നിന്ന് ആപ്ലിക്കേഷൻ നമ്മൾ സ്വീകരിച്ചു. നമുക്കറിയോ, 10 പേർക്ക് കാരിത്താസ് ആശുപത്രി വീട് വെച്ചു കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. 5 വീട് ഓൾറെഡി പണിത് കൊടുത്തു. ബാക്കി 5 വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത് തന്നെ അത് പണി പൂർത്തീകരിക്കുവാനും സാധിക്കും. ഒരു വീടിന് 8 ലക്ഷം രൂപ ചെലവുണ്ട്. അതുപോലെ എല്ലാ വർഷവും ജൂനിയർ കാരിത്താസിന് നടത്താറുണ്ട്. ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ കുട്ടികളെ വിളിക്കാറ്. ആദ്യമായിട്ട് കിൻഡർ ഗാർഡനിൽ പോകുന്നവർ, ആദ്യമായിട്ട് ഹൈസ്കൂളിൽ പഠിക്കാനായിട്ട് പോകുന്നവർ, അവരൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് അവർക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. സ്കൂളിൽ പോകേണ്ട എല്ലാ കിറ്റും, ബാഗും വാട്ടർ ബോട്ടിലും എല്ലാ ടിഫിൻ ബോക്സ് എല്ലാം നമ്മൾ കൊടുക്കാറുണ്ട്. മാത്രമല്ല എല്ലാ വർഷവും +2-നും 10th-ലും ഫുൾ മാർക്ക് മേടിക്കുന്നവർക്കും, നല്ല മാർക്ക് മേടിക്കുന്നവർക്കും എല്ലാം സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. ഉന്നത വിദ്യാഭ്യാസം പഠിക്കാനായിട്ട് പോകുന്ന പിള്ളേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ അനവധി ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ പേഷ്യൻസിനും ഞങ്ങളുടെ ജീവനക്കാർക്കും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും ഇത് ബിസിനസ് സെക്ടർ അല്ല, മറിച്ച് സർവീസ് സെക്ടർ ആവും. ഇപ്പൊ ഡോക്ടേഴ്സ് സാലറിന്ന് ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, അതായത് ഡോക്ടേഴ്സിന് ഒരു ടാർഗറ്റ് ഉണ്ടാവും, ഇത്ര മരുന്ന് എഴുതണം അല്ലെങ്കിൽ ഇത്ര ലാബിലേക്ക് ഇത്ര എഴുതണം എന്നൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും പിന്നെ നമ്മുടെ ഇവിടെ വരുന്നത്. അപ്പൊ ഇവർ ഈ ഒരു രീതിയുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് സമയം എടുക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ കൺവിൻസ്ഡ് ആവുന്നത്? കാരിത്താസ് ആശുപത്രിയിൽ ഒരു ഡോക്ടറിനും ഒരു ഡിപ്പാർട്ട്മെന്റിനും അങ്ങനെ ടാർജറ്റ് എന്ന സംഭവം കൊടുത്തിട്ടുമില്ല. കാരണം ഇത് മിഷൻ ഹോസ്പിറ്റലാണ്. ഇപ്പം സ്വാഭാവികമായിട്ടും ഒരച്ഛനും ഒരു സിസ്റ്ററും ഒന്നും ഇങ്ങനെ അവിടെ പുറകെ നടന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ഒരിക്കലും പറയാറുമില്ല. ആയതിനാൽ ഒരു രീതികളിലും ടാർജറ്റഡ് ആയിട്ട് അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 20-ഉം 30-ഉം ഈ പ്രാവശ്യം കഴിഞ്ഞ മാസം ആദ്യം ഹോം ഡേ നമ്മൾ നടത്തിയത്. ഈ ഹോം ഡേ നടത്തിയത് ഞങ്ങൾ തീരുമാനിച്ചു, ഹോം ഡേയിൽ മിനിമം 25 വർഷം ഈ കാരിത്താസ് ആശുപത്രിയിൽ ജോലി ചെയ്തവരെ ആദരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് 35 പേര് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ അങ്ങനെ ടാർഗറ്റ് ആയിരുന്നുവെങ്കിൽ ഇവരാരും തന്നെ നിൽക്കത്തില്ല. ഒരു ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട് പോകാനുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മാൻ പവറിനെ കിട്ടുന്നില്ല. ഒരു HOD ലെവൽ അല്ലെങ്കിൽ ഒരു മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേരളത്തിൽ. നല്ല കുറേ മലയാളീസ് ഉണ്ട്. ആ മലയാളീസ് എല്ലാം പുറത്താണ് വർക്ക് ചെയ്യുന്നത്. അവരെല്ലാം കേരളത്തിൽ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. മേ ബി എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയത്തില്ല. അത് റൈറ്റ് മൈൻഡ് റൈറ്റ് പ്ലേസ് നമ്മൾ എപ്പോഴും പറയാറില്ലേ, നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും ഇപ്പോഴും ആവശ്യമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്തായാലും ഈ സർവീസ് സെക്ടറാണ്. ഞങ്ങൾക്കൊരു 3200-3500 OP പെർ ഡേ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ എത്രത്തോളം പെട്ടെന്ന് ക്വിക്കായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നൊരു സംശയം എനിക്കുണ്ട്, എപ്പോഴും ഉണ്ട്. അപ്പം ആ രീതിയിൽ സർവീസ് സെക്ടർ എപ്പോഴും ഒരു ചലഞ്ച് അവിടെ മുന്നിൽ നിൽക്കുന്നത്. ഇതൊരു അറ്റ് എ ടൈം ബിൽഡ് ചെയ്ത ഹോസ്പിറ്റൽ അല്ല. ഇത് ഇയേഴ്സ് ഓഫ് ഇയേഴ്സ് ആ സമയമെടുത്ത് ഓരോ അച്ഛന്മാരും കിട്ടുന്ന പൈസയൊക്കെ സ്വരൂപിച്ച് കൂട്ടി പണിത് ഒരു വലിയൊരു മലയായിരുന്നു ആക്ച്വലി. നമ്മുടെ കാഷ്വാലിറ്റിയുടെ എൻട്രൻസിൽ നിന്ന് കാർഡിയോളജി ഫ്ലോറിൽ പോകണമെങ്കിൽ ഇറ്റ് ടേക്സ് മേ ബി ½ an hour. നമുക്ക് ഒരു ട്രോളി ആണെങ്കിൽ നമ്മുടെ പല ലിഫ്റ്റ് കയറി പല ബ്ലോക്ക് കയറി അങ്ങനെ ദൂരത്തേക്ക് പോകണം. അവിടെ വേറെ സെക്ടർ ഉണ്ട് കഴിഞ്ഞാൽ. പക്ഷെ അതൊക്കെ ബേബി ചിലപ്പോൾ ചില സമയത്ത് പേഷ്യൻസിന് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. ഇതാണ് പ്രധാനമായിട്ടും ചലഞ്ച് ചെയ്യുന്നത്. പിന്നെ അറിയാം, എന്തിനും ഏതിനും ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറെ സോഷ്യൽ മീഡിയ അതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. എന്നാൽ തന്നെയും ചില കാര്യങ്ങളെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കാതെ തന്നെ അവരെപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്ന പലപ്പോഴും അത് ഡോക്ടർമാർ അത് കേൾക്കുമ്പോഴത്തേനും അവരും ഫെഡപ്പാവും, നേഴ്സുമാർ ഫെഡപ്പാവും.
അല്ല ഇത്രയും നല്ല സർവീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും അവർക്കും അത് മെന്റലി സ്വാഭാവികമായിട്ടും വരുന്നത്. അത് എനിക്കും ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാ മനുഷ്യരല്ലേ. അതെ അതെ. ഇപ്പൊ ഈ അഞ്ച് സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ, ഇപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നത് എല്ലാ പരിപാടികളും കൂടെ? അത് പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഒറ്റ ഉത്തരം എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബ്ലെസ്സിങ് ആണ്. ദൈവത്തിന്റെ ഒരു കൃപയില്ലെങ്കിൽ ഇത് എളുപ്പമല്ല. ഒരപ്പനും അമ്മയും 3 മക്കളുള്ള കുടുംബം കൊണ്ടുപോകാൻ എളുപ്പമല്ല. ഇപ്പൊ ഇത്രയും 10,000 സ്റ്റാഫുള്ള ഈ കാരിത്താസ് ഹോസ്പിറ്റൽ ശൃംഖലയെ കൊണ്ടുപോകണമെങ്കിൽ ഇറ്റ്സ് റിയലി എ ബ്ലെസ്സിങ് മാത്രമാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 8ഓളം വൈദികർ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഹോസ്പിറ്റൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ ഓരോ ജനറൽ മാനേജർമാർ അവിടെയുണ്ട്. അവരെല്ലാം അത് കൊണ്ട് പിന്നെ എല്ലാ റിവ്യൂ മീറ്റിംഗ് ആണ് ഏറ്റവും വലിയ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാ മൺഡേയും 3 to 6 o'clock എൻ്റെ ഓഫീസിൽ എല്ലാ വൈദികരും ജിഎംമാരും കൂടാറുണ്ട്. ഞാൻ കൂടുതൽ റിലേ ചെയ്യുന്നത് എൻ്റെ സ്റ്റാഫിലാണെങ്കിൽ തന്നെയും എന്ന് പറഞ്ഞു സൂചിപ്പിച്ചെങ്കിൽ തന്നെ ഞാൻ ടെക്നോളജിയിൽ അല്പം ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് പേഴ്സണലായിട്ട്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിലേ ചെയ്യുന്നത് ടെക്നോളജിയിലാണ്. എനിക്ക് ഇവിടെ റിസർച്ച് വിങ് ഉണ്ട്. 12 സ്റ്റാഫ് ഇവിടെ തന്നെയുണ്ട്. അതെല്ലാം തന്നെ ഡാറ്റ അനാലിസിസ് പഠിച്ചവരാണ്. അതുപോലെ AI ടെക്നോളജി പഠിച്ചവരാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാം ഡാറ്റകളും എവറി ഡാറ്റ ഹോസ്പിറ്റലിലെ എല്ലാ ഡാറ്റകളും എല്ലാം നമുക്ക് എൻ്റെ സ്ക്രീനിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറും എൻ്റെ മൊബൈലെല്ലാം കിട്ടും. അപ്പം അതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ മുന്നോട്ട് എനിക്ക് തോന്നുന്നത് അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ല ഇനിയുള്ള വർഷങ്ങളിൽ AI ആയിരിക്കുമല്ലോ എല്ലാ കാര്യങ്ങളും കൺട്രോളിൽ വരുന്നത്. AI ആണ് കൺട്രോളിൽ വരുന്നു എന്ന് എല്ലാവരും ചിന്തിക്കുമെങ്കിൽ തന്നെയും അവിടെ എനിക്ക് അല്പം ഒരു ആശയം എനിക്കുണ്ട്. ഞാൻ പല വേദികളിൽ പറയാറുള്ള ChatGPT ഉൾപ്പെടെ ജെമിനി എന്തുട്ടാലും കിട്ടും. പക്ഷേ ആരോഗ്യ മേഖലയിൽ എത്ര ടെക്നോളജി വന്നാലും ഹ്യൂമൻ ടച്ച് നഷ്ടപ്പെട്ടു പോയി എല്ലാം തീർന്നു അല്ലേ. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ടൊക്കെ ചെന്നു. ഡോക്ടർ ഒന്നും ചെയ്യാതെ എന്താണ് മോളെ വിശേഷം, എന്ത് പറ്റി, ഒരു ചിരിച്ചുകൊണ്ട് കൂടി നമ്മൾ മുഖത്തേക്ക് നോക്കി നമ്മുടെ വിഷമങ്ങളെല്ലാം അങ്ങ് പറയുമ്പോൾ ആ ഡോക്ടർ എല്ലാം കേട്ട് പണ്ടൊക്കെ പറയാറുണ്ട് ഈ തോർത്ത് തട്ടുമായിരുന്നു അല്ലേ, തെറാപ്യൂട്ടിക് ടച്ച്. അപ്പൊ തന്നെ നമുക്ക് എപ്പോഴും ഒരു പെട്ടെന്ന് അസുഖം പകുതി കുറയും. അവിടെ ഏക്ക് പറ്റുമോ? പറ്റില്ല. ഹാർട്ടില്ല അല്ലെ, ഹാർട്ട് മനുഷ്യനേ ഉള്ളൂ. ആ രീതികളിൽ വേണം, ടെക്നോളജി വേണം. അറ്റ് ദ സെയിം ടൈം ആ ഹ്യൂമൻ ടച്ചും കൂടെ, ഹ്യൂമൻ എംപത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് ആ അപ്രോച്ചും കൂടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടെങ്കിൽ ഏത് ആശുപത്രിക്കും ജയിക്കാനായിട്ട് സാധിക്കും. ഇതാണ് വിശ്വാസം. ജനങ്ങൾ വരും. ഈ രോഗി സൗഹൃദ ഹോസ്പിറ്റൽ എന്നുള്ളത് കാരിത്താസ് അങ്ങ് അർത്ഥവത്താക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ഏതൊരു ഹോസ്പിറ്റലിൻ്റെയും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പേഷ്യൻ്റാണ്. പേഷ്യൻ്റ് ഈസ് ദ ക്വീൻ, പേഷ്യൻ്റ് ഈസ് ദ കിങ്, വി ആർ ദ സെർവൻസ്. ഇവിടുത്തെ അതുപോലെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വാർത്തയിലൊക്കെ ഭയങ്കര ഇടം പിടിച്ചൊരു സംഭവമായിരുന്നു. അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ? ഒരു ലേഡി ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടായി ഇവിടെ വന്നു. കുറച്ച് നാൾ നടന്നപ്പോഴത്തേനും പിന്നെ ലൈഫ് മുന്നോട്ടില്ല, ബ്രെയിൻ ഡെത്തായി. സ്വാഭാവികമായിട്ടും ആ കുടുംബം ബോർഡ് സൂചിപ്പിച്ചു പാസ്റ്റർ കെയർ ഉണ്ടെന്ന്. അവരെപ്പോഴും അച്ഛന്മാരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. ഇവരെ എപ്പോഴും ഇവിടെ ICU കിടക്കുന്ന പേഷ്യൻസിന് പേഷ്യൻ്റ് എപ്പോഴും കാണും. കാരണം നമുക്കറിയാം ദേ ആർ വെരി ടോട്ടലി ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അവരെക്കുറിച്ച് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്, അവരെ കൺസോൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഇങ്ങോട്ട് അവരുടെ മക്കളെല്ലാം പുറത്താണ്, നേഴ്സുമാരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ എൻ്റെ അമ്മ മരിച്ചു, ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓരോ നിയമങ്ങളുണ്ട്, ആ നിയമം അനുസരിച്ചെല്ലാം അവിടെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് വെയിറ്റ് ചെയ്യുമായിരുന്നു ഒരു കരളിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് തന്നെ ഈ അമ്മയുടെ ലിവറും കൂടെ ലിവറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് അമ്മയുടെ ലിവർ നമുക്കും കിട്ടി, ആ പേഷ്യൻറ്റിന് കിട്ടി, ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അതുപോലെ തന്നെ കിഡ്നിയും ഇവിടുന്ന് 1-2 ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോയി. അതുപോലെ കോർണിയ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എനിവേ ഇപ്പോൾ ഒത്തിരി അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് താങ്ക്സ് ടു ഓൾ ദ മീഡിയ. കാരണം എല്ലാവരും നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒത്തിരി പേരും ആ അവയവദാനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരിറ്റാസിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ പ്ലാനിങ്സ് എന്തൊക്കെയാണ്, ഫ്യൂച്ചർ പ്ലാൻസ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രിയുടെ വളർച്ച എന്ന് പറയുന്നത് കോട്ടയത്തെ കനാനായ കത്തോലിക്ക അതിരൂപതയാണ്. അപ്പോൾ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും അൽമായരും, നമുക്കറിയാം അൽമായരുടെയൊക്കെ
ഒത്തിരി നിസ്വാർത്ഥമായ സേവനമുണ്ട്. അങ്ങനെ പണിതുണ്ടാക്കിയതാണ് ഈ ആശുപത്രി. ഇനി നമ്മൾ കാണുന്ന നമ്മൾ ഫേസ് ചെയ്യുന്ന വേറെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ പേഷ്യൻ്റ് ഉണ്ട്, ഇവർ കിടക്കുവാനായിട്ട് റൂംസ് ഇല്ല. നമുക്ക് മൊത്തം ഈ മെയിൻ ഹോസ്പിറ്റലിൽ 800 റൂംസേ ഉള്ളൂ. പക്ഷെ അതിൽ കൂടുതൽ പേഷ്യൻസ് വരുന്നുണ്ട്. പലപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ 1-2 ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വർഷം തന്നെ ഒരു പുതിയ IP ബിൽഡിംഗ്, ഒരു 400-500 ബെഡായിട്ട് റൂംസ് ആയിട്ടുള്ള ഒരു IP ബിൽഡിങ് ഈ വർഷം തന്നെ ആരംഭം നമ്മൾ കുറിക്കാൻ പോവുകയാണ്. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ സ്പേസ് കിട്ടുന്നില്ല. അവിടെയും ഒരു 6-7 നില കെട്ടിടത്തിൻ്റെ ഒരു കാർഡിയോളജി ബിൽഡിങ്ങും കൂടെ അവിടെയും കൂടെ പണിയാൻ ഈ വർഷം പ്ലാനുണ്ട്. 2 റേഡിയേഷൻ മെഷീൻ ഓടി വാങ്ങിച്ചു. അതനുസരിച്ച് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരിടമാണ് പ്രൈവറ്റ് സെക്ടറിൽ. അപ്പോൾ നമുക്കറിയാം വേറൊരു അലാമിങ് കൂടെ ഉണ്ട് കേട്ടോ. പറയാം, പേഷ്യൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്യാൻസർ പേഷ്യൻസ്. അത് വലിയ അലാമാണ്. അത് നമ്മളെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ അതിലുപരിയായിട്ട് കേരളത്തിൽ ഓരോരുത്തരും അത് മുന്നോട്ട് ഇറങ്ങേണ്ടിയിരിക്കുന്നു അതിനെ പ്രിവെൻഷനായിട്ട്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഇന്ന് പ്രൈവറ്റ് മേഖലയിലുള്ള കേരളത്തിലെ ഏറ്റവും വലിയ കീമോ സ്യൂട്ട് കഴിഞ്ഞ മാസം ഇവിടെ ഉദ്ഘാടനം ചെയ്തുള്ളൂ. ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വേദനയുണ്ട്. കാരണം വരുന്ന പേഷ്യൻസ് ആണ് സഫർ ചെയ്യുന്നത്. എങ്കിൽ തന്നെയും അവിടെയും ഇതുപോലെ തന്നെ ഒരു ഡെവലപ്മെന്റ്, ഒരു പുതിയ ചെറിയ കെട്ടിടം കൂടെ അവിടെ വരുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ചാനൽ നമുക്കറിയാം, ഇപ്പം പുറത്തുള്ളവർ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ വരിക, പെട്ടെന്ന് ഡോക്ടറെ കണ്ട് പോകാനുള്ള സൗകര്യം പെട്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് കൂടെ പണിത് വരുന്നുണ്ട്. പിന്നെ ഇവിടെ DNB DRMB പ്രോഗ്രാം ഉണ്ട്. അതായത് MBBS ഇല്ല, അവരുടെ PG പ്രോഗ്രാംസ് എല്ലാം ഇവിടെ ഉണ്ട്. ടീച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടിയാണ് കാത്താസ് ആശുപത്രി. അവർക്ക് അറിയത്തില്ല. ഇവിടെ PG പ്രോഗ്രാം ഉണ്ട്. സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ PG ഇവിടെയുണ്ട്. അത് നീറ്റ് അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടെ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നു. ഈ വർഷം തന്നെ ചൈൽഡ് വെൽബീങ് സെന്ററും കൂടെ, കുട്ടികൾക്കുള്ള സെന്റർ പ്ലസ് റീഹാബും കൂടെ കൊണ്ടുവരാനായിട്ട് പ്ലാനുണ്ട്. സാധാരണ ഇപ്പോൾ ഈ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്സായി മാറുന്ന ഈ സമയത്ത് കാരിത്താസ് അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അച്ഛനെ കാണാൻ സാധിച്ചതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർത്തേക്കുക. എപ്പോഴും മനസ്സൂക്ഷിക്കേണ്ട കാര്യം ഇതാണ്, ഹ്യൂമൈൻ ടച്ച്. താങ്ക് യു സോ മച്ച്.